ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച വാക്യം 1 പത്രോസ് 2:1-2 വാക്യങ്ങളാണ്. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഈ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ വചനത്തിന്മേൽ അവിടുത്തെ പ്രകാശനം നൽകണമേ, അവിടുത്തെ സാന്നിധ്യം നൽകണമേ, അവിടുത്തെ ശക്തി നൽകണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും, ഇന്ന് കേൾക്കുന്നവരും നാളെ കേൾക്കുന്നവരും, ലോകത്തിൻ്റെ എല്ലാ അറ്റത്ത് കേൾക്കുന്നവരും ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടണമേ. ഗ്രഹിപ്പാനായിട്ട് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് വചനത്തെ വ്യാഖ്യാനിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ചർച്ചിൽ വെച്ച് ഈ ഭാഗം ഇതിനു മുമ്പ് എനിക്ക് എടുത്തതാണ്. എങ്കിൽ പോലും ഞാനതിൻ്റെ വചനത്തിലേക്ക് പോകട്ടെ. ഏറ്റവും ഗൗരവമേറിയ ഒരു ചോദ്യം ഈ വാക്യത്തിൻ്റെ മുമ്പിലുണ്ട്. ആ ചോദ്യം ഇതാണ്: ഇത് ആരോട് പറയുന്നു എന്നുള്ളതാണ്. ഇതാരോട് പറയുന്നു? സഭയിൽ വരാത്ത, സ്നാനപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത ആളുകളെക്കുറിച്ച് നമുക്ക് ഭാരമുണ്ട്. അവരോട് സുവിശേഷം പറയുന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. നമ്മൾ അതിനു വേണ്ടി വളരെ ബന്ധപ്പെടുകയാണ്. അത് വേണം. പക്ഷേ ഈ വാക്യം ആരോട് പറയുന്നു? 1-ാം അധ്യായം പരിശോധിച്ചാൽ 4-ാം വാക്യം, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അഥവാ പരിശുദ്ധാത്മശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ആണല്ലോ 2-ാം അധ്യായം എഴുതുന്നത്. ഒന്നുകൂടെ പറയാം. വീണ്ടും ജനിച്ചവർക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി, സ്വർഗത്തിൽ ഒരു വലിയ അവകാശം ലഭിക്കാൻ പോകുന്നവർക്ക് വേണ്ടി. 3 കാര്യം സിമ്പിളാണ്. ഒന്നുകൂടെ പറയാം. വീണ്ടും ജനിച്ചവർക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ വരവ് വരെ സംരക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി, 3 സ്വർഗത്തിൽ മാലിന്യമേൽക്കാത്ത, ക്ഷയമേൽക്കാത്ത ഒരു വലിയ അവകാശം ലഭിക്കാൻ പോകുന്നവർക്ക് വേണ്ടി, വീണ്ടും ജനിച്ചവർക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി, സ്വർഗത്തിലൊരു വലിയ അവകാശം ലഭിക്കാൻ പോകുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് 2-ാം അധ്യായം എഴുതുന്നത്. ആകയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ചതിനാൽ, നിങ്ങൾക്ക് സ്വർഗത്തിൽ അവകാശമുള്ളതിനാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കണം. അപ്പം ചോദ്യം, അങ്ങ് വീണ്ടും ജനിച്ചവർക്ക് ഇതൊക്കെ കാണുമോ? ഇതാണ് ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കണ്ടില്ലെന്നങ്ങ് നടിച്ചാൽ പ്രശ്നം തീരുമോ? വീണ്ടും ജനിച്ചവർക്ക് ദുഷ്ടതയുണ്ടോ? അതിന് നമ്മൾ തിയോളജി പഠിക്കണ്ട, നമ്മളിലോട്ട് നോക്കിയാൽ മതി. ചതിയുണ്ടോ? വ്യാജഭാവമുണ്ടോ? അസൂയുണ്ടോ? നുണയുണ്ടോ? ഇല്ലെന്ന് പറയാൻ ധൈര്യമുള്ളവർ യോഗ കഴിയുമ്പോൾ ഒന്ന് നിൽക്കണം. ഇപ്പം ഇവിടെ വെച്ച് കൈ പൊക്കിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം പിന്നെ എന്നാ ചെയ്യേണ്ടത്? അത് സാരമില്ലെന്നേ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അതാണോ ശരി? അല്ല. ഇത് നീക്കാനാണ് നമ്മളെ ചർച്ചിനകത്ത് കൊണ്ടുവന്നത്. എന്തിനാ പ്രസംഗിക്കുന്നത്? എന്തിനാ? നമ്മളുടെ എത്രയും പ്രസംഗം കേട്ടവരാരാ ഉള്ളേ? ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്നത് ആര്? വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവർ. ഏത് പ്രസംഗം അവർ കേൾക്കുന്നത്? ബൈബിൾ പ്രഭാഷണം.
ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകം, ഉത്തമ ഗ്രന്ഥം ഒത്തിരി പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ക്വാളിറ്റി എന്തായിരിക്കണം? നമ്മുടെ ക്ഷമ എത്ര വർദ്ധിച്ചു കാണണം, സ്നേഹം എത്ര വർദ്ധിക്കണം, ദീർഘക്ഷമ എത്ര വർദ്ധിക്കണം, ലോകസ്നേഹം എത്ര കുറയണം, നിത്യതയോടുള്ള കൊതി എത്ര വർദ്ധിക്കണം. അപ്പോൾ വചന കേൾവി നമ്മെ എവിടേക്ക് നയിക്കുന്നു? വചന കേൾവി നമ്മിൽ എന്തു മാറ്റം വരുത്തുന്നു? എന്തിനാ വചനം കേൾക്കുന്നത്? സ്നാനപ്പെട്ട ഒരാൾ, രക്ഷിക്കപ്പെട്ട ഒരാൾ ദൈവവചനം കേൾക്കുന്നത് എന്തിനാ? നല്ല പ്രസംഗമെന്ന് പറയാൻ അല്ല, ശുദ്ധീകരണം പ്രാപിക്കാനാണ്. ശുദ്ധീകരണം പ്രാപിക്കാനാണ്. എന്നാൽ കാലങ്ങൾ കൊണ്ട് വന്നുകൂടിയ ഒരു കുഴപ്പം, വിശ്വാസികൾ ദൈവവചനം കേൾക്കുന്നത് വിടുതൽ പ്രാപിക്കാനാണ്. വിടുതൽ പ്രാപിക്കുന്നതിനോട് ഞാൻ എതിരല്ല, വിടുതൽ പ്രാപിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സകല ദുഷ്ടതയും ജാതിയും വ്യാജഭാവവും അസൂയയും ഒക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ബന്ധനവും ഉണ്ടാവും. ആ കൂട്ടത്തിൽ ബന്ധനവും ഉണ്ടാവും. രോഗബന്ധനങ്ങളും മാനസിക പോരാട്ടങ്ങളും പൈശാചിക ബന്ധനങ്ങളും ഒക്കെ നമ്മളെയൊക്കെ അലട്ടുന്നുണ്ട്. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്നവരെ കയറ്റി. അപ്പോൾ സൗഖ്യവുമുണ്ട് വിടുതലുമുണ്ട് വചനത്തിൽ. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് കയറ്റി. അപ്പം സൗഖ്യമുണ്ട് വിടുതലുമുണ്ട് വചനത്തിൽ. ഓക്കെ, അത് വേണം. സത്യത്തിൽ യഥാർത്ഥമായി ഒരു വിശ്വാസി വചനം കേൾക്കുന്നത് ശുദ്ധീകരണത്തിനാണ്. ശുദ്ധീകരണത്തിനാണ്. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് തന്നെ ശുദ്ധീകരണമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്, എന്തുകൊണ്ട് വളരണം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കണം. വീണ്ടും ജനിച്ചവരും പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കപ്പെടുന്നവരും സ്വർഗത്തിൽ അവകാശമുള്ളവരുമായ ആളുകളോട് പറയുന്നു, നിങ്ങൾ സകല ദുഷ്ടതയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കണം. നീക്കിയിട്ട് എന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കണം. അപ്പോൾ ഒരു ചോദ്യം, നീക്കാതെ കുടിച്ചാലോ? ദഹിക്കുകയല്ലേ? ദഹിക്കും. നീക്കാതെ കുടിച്ചാൽ എന്ത് സംഭവിക്കും? നീക്കാതെ കുടിച്ചാൽ ഒരു കൂട്ടം ജഡീകരെ സൃഷ്ടിക്കാം. ആരാണ് ജഡീകർ? നോക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. 1-ാം വാക്യം ഒരിക്കൽ കൂടെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അവിടെ തന്നെ കാര്യം വ്യക്തമാണ്. ആത്മീയരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആത്മീയരോട് എന്ന പോലെ അല്ല നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മീയരോട് എന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ സഭയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. അന്യഭാഷ പറയുന്ന സഭയാണ്, പ്രവാചകന്മാരുള്ള സഭയാണ്, വ്യാഖ്യാനപരമുള്ള സഭയാണ്, പ്രവാചകന്മാരുടെ എണ്ണം വളരെ കൂടുതലുള്ള സഭയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വളരെ കൂടുതലാണ് അവിടെ. അതിന് കൂടുതൽ സമയം മാറ്റി വെച്ചിരിക്കുന്ന സഭയാണത്. അപ്പം ഇങ്ങനെ വേണേൽ പറയാം, അതൊരു പെന്തക്കോസ്ത് സഭയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളോട് ആത്മീയരോട് എന്ന പോലെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ആത്മീയരെന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുന്നത് അല്ല എന്ന് വരുന്നില്ലേ? പക്ഷെ അവിടെ തെറ്റുപറ്റരുത്, ആത്മീയഭാഷ പറയേണ്ടെന്നല്ല. അതുകൊണ്ട് മാത്രം ഒരാളുടെ ആത്മീയത തെളിയുന്നില്ല. ആത്മീയതയുടെ ഒരു അടയാളമായിട്ട് പോലും അന്യഭാഷയെ കാണുന്നുണ്ട്. ഒരാൾ അന്യഭാഷയിൽ സംസാരിച്ചു കഴിയുമ്പോൾ ഒരു ആത്മീയനാണെന്ന് നമുക്ക് തോന്നും. അതെ, നമുക്ക് തോന്നണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ തീർന്നു.
അതിനും അപ്പുറത്തുണ്ട് ആത്മീയത. അപ്പൊ ഇതെല്ലാമുള്ള സഭയോട് പറയണം, നിങ്ങളൊരു ആത്മീയരല്ല. പിന്നെ ആരാണ്? ജഡികന്മാർ എന്ന പോലെ, ജഡികന്മാരോടെന്ന പോലെ ബ്രാക്കറ്റിൽ ക്രിസ്തുവിൽ ശിശുക്കളായവർ. അപ്പോൾ ആത്മീയമായി വളർച്ച പ്രാപിക്കാത്തവരാണ് ജഡീകർ. പൗലോസ് ഇവർക്ക് രണ്ട് പേരിട്ടിരിക്കുക, ഒന്ന് ശിശു അല്ലെ ജഡീകൻ. ശിശു എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, ജഡീകൻ എന്ന് വിളിച്ചാൽ വെറുതെ വഴക്കുണ്ടാവും. ആളുകൾ പെട്ടെന്ന് പിണങ്ങും. നമ്മളൊരാളെ ജഡീകൻ എന്ന് വിളിക്കുന്നത് ഇച്ചിരി കട്ടിയായിട്ട്, അവനൊരു ജഡീകനാണ്, നമ്മുടെ മനസ്സിൽ വേറെ അർത്ഥം. പക്ഷെ പൗലോസ് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ല, ആത്മീയമായിട്ട് വളർന്നിട്ടില്ല. വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ വന്നു, സ്നാനമേറ്റു, സൗഖ്യം പ്രാപിച്ചു, കൊള്ളാം, പക്ഷെ വളർന്നില്ല. ഇവരാണ് ജഡീകർ. അപ്പം രണ്ടിൻ്റെ ഒന്നിലെ നീക്കേണ്ടത് നീക്കാതെ വചനം കേട്ടാൽ ജഡീകരെ സൃഷ്ടിക്കാം. ഇതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. നീക്കേണ്ടത് നീക്കാതെ വചനം കേട്ടാൽ തല വലുതാവും, വചനത്തിൽ അവൻ നിശ്ചയമുള്ളവനാകും. വചനത്തിലെ നിശ്ചയവും ആത്മീയതയല്ലെന്ന് വരുന്നു. കൃപാവരങ്ങളും ആത്മീയതയുടെ അടയാളമല്ലെന്ന് വരുന്നു. കൃപാവരങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടർ അവർ വളർച്ചയുള്ളവരാണെന്നും ആത്മീയരാണെന്നും തോന്നും. മറുവശം വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വചന നിശ്ചയമുള്ള ഒരു ഗ്രൂപ്പ് അവർ ആത്മീയരാണെന്ന് ധരിക്കാം. പക്ഷെ സ്വഭാവത്തിൽ രൂപാന്തരം വരാതെയും കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യാം, വചനവും പഠിക്കുകയോ ചെയ്യാം. കെമിസ്ട്രി പഠിപ്പിക്കുന്ന ആൾക്ക് ലൈഫുമായിട്ട് കെമിസ്ട്രിക്ക് ബന്ധം വേണ്ട. ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളുടെ ജീവിതവുമായിട്ട് ഫിസിക്സിന് ബന്ധം വേണ്ട, ലെസൺ പഠിപ്പിച്ചാൽ മതി. ബൈബിള് പഠിപ്പിക്കുന്ന ഒരാൾക്കും ബന്ധമില്ലാതെ പഠിപ്പിച്ചുകൂടെ? ഇന്ന പോലെ എഴുതിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ചാൽ പഠനമാവും. പരീക്ഷ ഇട്ടാൽ മാർക്കും കിട്ടും. പരീക്ഷയ്ക്ക് പാസ്സായാലും അത് ജീവിതത്തെ ബാധിക്കണമെന്ന് നിർബന്ധമില്ല. ഇതാരുടെ കുറ്റമാ? പിശാച് ബുദ്ധിമാനാ, പിശാച് തന്ത്രശാലിയാ. എങ്ങനെ നമ്മുടെ വിരുത് തെറ്റിക്കാം, എങ്ങനെ നിത്യത നമുക്ക് നഷ്ടമാക്കാം, ഇത്ര സാത്താൻ ലക്ഷ്യമാക്കുന്നുള്ളൂ. നിങ്ങൾ പെന്തിക്കോസിൽ പോകരുതെന്നും സാധാരണ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് സഭ വേണേ പോക്കോ, നിത്യത നഷ്ടമായാൽ മതി. പ്രധാനപ്പെട്ട കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ മാറ്റിക്കളയുക എന്നുള്ളതാ സാത്താന്റെ പരിപാടി. അപ്പോ നീക്കാതെ കുടിച്ചാൽ എന്ത് സംഭവിക്കും? അതായത് പറഞ്ഞു വന്നത്, നീക്കാതെ കുടിച്ചാൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലോട്ട് അപ്ലൈ ചെയ്യാനല്ലാത്ത ഏത് വചന ഉള്ളേ? മഹോപദ്രവത്തിൽ കൂടെ സഭ കടക്കുവോ ഇല്ലയോ, അതൊരു പഠന വിഷയമാണ്. അത് അപ്പോസ്തലന്മാർക്ക് വിട്ടുകൊടു. സഭയുടെ ലീഡേഴ്സ് അത് പഠിക്കുകയും ഒരു അന്തിമ തീരുമാനം നമ്മളെ അറിയിക്കുകയും ചെയ്യട്ടെ. ഇതും ആത്മീയ വളർച്ചയായിട്ട് ഒരു ബന്ധവുമില്ല. പുതിയ യെരൂശലേമിൽ ഒരാൾക്ക് എത്ര സ്ഥലം കിട്ടും? അത് അറിയുന്നത് നല്ലതാ, അറിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആരംഭകാലങ്ങളിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള പഠനമായിരുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചു വന്നപ്പോൾ ഒരാൾക്ക് 3.5 ഏക്കർ സ്ഥലം കിട്ടുമെന്നാണ് ഒരു പുസ്തകത്തിൽ നിന്ന് അറിവ് കിട്ടിയത്. എന്തൊരു സന്തോഷമായിരുന്നു. കാരണം നമുക്ക് ഇപ്പം സ്ഥലം കുറവാണ്, 10 സെൻറ്റ് 15 സെൻറ്റിലൊക്കെ അല്ലേ വീട്. പാഴ്സനേജിനൊക്കെ 10 സെൻറ്റേ ഉള്ളൂ. അപ്പോഴാ 3.5 ഏക്കർ എവിടെയാ? പുതിയ യെരൂശലേമിൽ. എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ വേറൊരു പുസ്തകം വായിച്ചപ്പോൾ 15 സെൻറ്റ് നഷ്ടപ്പെട്ടു. 3.25 ഏക്കറേ ഉള്ളെന്ന് ആധികാരികമായി വേറൊരാൾ പറഞ്ഞു. ഹൃദയം തകർന്നു പോയി. 15 സെൻറ്റ് സ്ഥലം സ്വർഗത്തിൽ പോയാൽ എന്തൊരു സങ്കടം. പിന്നെ മനസ്സിലായി, ഉള്ളതവിടെ കാണും, പക്ഷെ അവിടെ ചെല്ലണ്ടേ. അപ്പം ഇത് പറയുമ്പോൾ, ഇത് ടി വിയിലൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അന്ന് ഇടയ്ക്ക് കയറി തിരുത്തി പറയുക. ആ വിഷയം പഠിപ്പിക്കുന്ന ആളെ ഞാൻ ചെറുതാക്കുകയല്ല,
ആ വിഷയം പഠിക്കുന്നതും ചെറുതാക്കുകയല്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതാണോ പ്രധാനം? അമേരിക്കയിലെ കാഴ്ചകൾ നല്ലതാ, വാഷിങ്ടൺ സിറ്റി കാണാൻ നല്ലതാ, ന്യൂയോർക്കിൽ കൂടെ പോകണോ നല്ലതാ, ഇതെല്ലാം കൂടുതൽ പറയാതെ വീസ കിട്ടുമോ നോക്ക്. വീസ തരണം തീരുമാനിക്കുന്നത് മദ്രാസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാ. ഇല്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം നമ്മളെല്ലാം തികഞ്ഞിരിക്കുന്നു, നമ്മുടെ കാര്യമെല്ലാം ഓക്കെയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ ഏതാണ്ടെല്ലാം സംഗതിയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെ ഒന്ന് ആരോടാ? നീക്കുക കുടിക്കുക, നീക്കുക കുടിക്കുക. ഇവിടെ വേറൊരു ടീച്ചിങ് കയറി വന്നു. കർത്താവാണ് എല്ലാം ചെയ്യുന്നത്, കൃപയാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യണ്ട. കേട്ട് വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. പക്ഷെ അവിടെയും സാത്താൻ ഒരു ചെറിയ കൈ വെച്ചിട്ടുണ്ട്. സാധാരണക്കാരനെ വഴിതെറ്റിക്കുന്ന ഒരു സാധനം അതിനകത്തൂടെ കയറി വരുന്നുണ്ട്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ ശക്തമായി പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്താതിരിക്കുന്ന ഒരു തന്ത്രം സാത്താൻ അതിനകത്ത് കൊണ്ടുവരിക. കൃപയുടെ സുവിശേഷകർ, അതെ, നമ്മളാ കൃപയുടെ സുവിശേഷകർ. ഞാൻ കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, കൃപയുടെ സുവിശേഷമാണ് വിശ്വസിക്കുന്നത്. നമ്മൾ അത് തന്നെയാണ് പഠിപ്പിച്ചത്. കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. പക്ഷെ മനുഷ്യന്റെ ഉത്തരവാദിത്വം അവഗണിക്കരുത്. മനുഷ്യന്റെ ഉത്തരവാദിത്വം അവഗണിക്കരുത്. മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർപ്പിക്കാനല്ലേ ഈ ലേഖനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ ലേഖനങ്ങളും അതാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുമ്പോട്ട് പോകാം. നീക്കുക കുടിക്കുക. ഇപ്പൊ വളർച്ചയോടുള്ള ബന്ധത്തിൽ 3 സഭകളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. വളർച്ചയോടുള്ള ബന്ധത്തിൽ ഒന്ന് കൊരിന്ത് സഭ. ഇപ്പൊ വായിച്ചതാ. കൊരിന്ത് സഭയോട് പറയുകയാണ്, നിങ്ങൾ ആത്മീയരല്ലല്ലോ, നിങ്ങൾ ആത്മീയരല്ലല്ലോ, നിങ്ങൾ ജഡീകരാണല്ലോ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? 3:2. ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പൊ ഇവരുടെ ഇടയിൽ പിണക്കമുണ്ട്, ഈർഷ്യയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ആത്മീയത നിങ്ങളിൽ വന്നിട്ടില്ല, നിങ്ങൾ ജഡീകരാണ്. ഇനി 4-ാം വാക്യം, അവിടുന്ന് പിന്നെയും മുകളിലോട്ട് പോവുക. വായിച്ചോ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊ ഇവർക്ക് നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. പോളിനെ പോലെയുള്ള ഒരു ലീഡറെയൊക്കെ ചെന്ന് കൈ കൊടുക്കാൻ ആളുകൾ കൊതിക്കും. പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾ പോളിൻ്റെ ആളാണ്. പോളത് സമ്മതിക്കുകയില്ല. ഞങ്ങൾ പോളിൻ്റെ ആളാണ്, ഞങ്ങൾ പീറ്ററിൻ്റെ ആളാണ്. അപ്പോൾ ഇവർക്ക് ലീഡേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ആത്മീയരല്ലെങ്കിലും ലീഡേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ലീഡേഴ്സിനൊന്നും ചെയ്യാൻ ഒക്കെയില്ലെന്നു. ഒരാൾ വന്ന് കൈ കൊടുക്കുമ്പോൾ കൈ തരുകയെന്ന് പറയാൻ നോക്കൂ. ഒരാൾ വന്ന് വണ്ടിയെ കയറിക്കോളാൻ പറയുമ്പോൾ കയറണമെന്ന് പറയാൻ പറ്റും. വീട്ടിലോട്ട് വന്ന് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ പോകുകയെന്ന് പറയാൻ നോക്കൂ. അപ്പം ഇവർക്ക് ലീഡേഴ്സുമായിട്ട്, ലീഡേഴ്സിനോട് വല്ല അത്യാവശ്യ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ഏത് പ്രസ്ഥാനത്തിൽ ലീഡേഴ്സിനോടൊരു ബഹുമാനമുണ്ടല്ലോ. അപ്പോൾ ആത്മീയ നേതാക്കളുമായി അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുമായി അടുത്ത ബന്ധമുണ്ട്. അവരുടെ പേരിലൊരു പ്രസ്ഥാനം തന്നെ തുടങ്ങാൻ ഇവരിപ്പോൾ തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ ഇവർ വളർന്നു എന്ന് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിലെ വളർച്ച എന്ന് പറയുന്നത് എന്താ? ലീഡറുമായിട്ട് അടുപ്പം.
രാഷ്ട്രീയത്തിൽ ഒരാൾ വളർന്നു എന്ന് പറഞ്ഞാൽ നേതാക്കളുമായിട്ട് എന്തോരം അടുത്തോ അതാ വളർച്ചയെന്ന് പറയുന്നത്. നേതാക്കളുമായുള്ള അടുപ്പത്തിൽ നിന്ന് വേണം ഇനി അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ വരാൻ, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ. അതേ സംഭവം സഭയിലോട്ട് കയറുക, ആരും അറിയുന്നില്ല. ചർച്ചിലെ പ്രധാനപ്പെട്ട ആളുകളുമായി അടുപ്പമുണ്ടാകുന്നതാണ് ആത്മീക വളർച്ചയെന്ന് ചെറുപ്പക്കാർ ധരിച്ചിരിക്കുന്നു. ആരോ ധരിപ്പിച്ചിരിക്കുന്നു, ആരും മനഃപൂർവ്വം ചെയ്തതല്ല. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ഇന്ന ആളുകളായിട്ട് ബന്ധമുണ്ടോ, എങ്ങനെയാണ്, നല്ല അടുപ്പാണോ? എന്തിനാ? അല്ല, ഒരു ആവശ്യത്തിനാ. അപ്പൊ ആളുകളുമായിട്ട് ബന്ധമുണ്ടാകുന്നതാണ് വളർച്ച, കർത്താവുമായിട്ട് ബന്ധമുണ്ടാകുന്നതാണ് വളർച്ച എന്ന് എങ്ങനെ മനുഷ്യനെ പഠിപ്പിക്കും? കൊരിന്തിലെ ആളുകൾ ആത്മീയരല്ല എന്ന് പൗലോസ് പറയുക. പക്ഷെ പൗലോസിന് വേണ്ടി മരിക്കും അവര്. അതിനകത്ത് ഒരു കൂട്ടർ പൗലോസിന് വേണ്ടി മരിക്കും. പൗലോസിനെ വല്ലവും പറഞ്ഞ അന്നേരം അടിക്കും. പൗലോസ് പറയുന്നത് നിങ്ങൾ ആത്മീയരല്ലല്ലോ. വ്യക്തികളെ കണ്ടമാനം ആരാധിക്കുകയും വ്യക്തികളുടെ പേരിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുക, അതും ആത്മീയതയല്ല. അവരുടെ ദൈവം ഇപ്പം പ്രസംഗികരും പ്രവാചകരും ഒക്കെയാണ്. അവിടുന്ന് പോയി കാര്യങ്ങൾ ഇങ്ങനെ. കൊരിന്തിലെ സഭയെ പറ്റി പൗലോസിന് സങ്കടമാണ്. ഇനി കുറച്ചുകൂടി ഒന്ന് മുമ്പോട്ട് വരാമെങ്കിൽ കൊരിന്തിലെ സഭയുടെ മറ്റൊരു കാര്യം കാണാം. 14-ാം അധ്യായം 26 മുതൽ. ആകയാലെന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ല ഞാൻ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ. മതി, ഇത്രയും വായിച്ചപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഈ വിധ ശുശ്രൂഷകൾ സ്വാതന്ത്ര്യത്തോടെ നടന്നു വരുന്നൊരു സഭയായത്. പ്രവാചകന്മാർ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ, വെളിപ്പാടുള്ളവർ, വ്യാഖ്യാനപരമുള്ളവർ ഒക്കെ ഈ ചർച്ചിലുണ്ട്. ഇത് വേണ്ട എന്നാണെങ്കിൽ തുറന്ന ഭാഷ പറയാം, കൃപാവരങ്ങളുടെ ഈ വിധ ശുശ്രൂഷകൾ വേണ്ട എന്ന് ശഠിക്കുന്നവരും ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവരും അങ്ങനെ എഴുതുന്നവരും ധാരാളമുണ്ട്. അവർ മാനസാന്തരം, രക്ഷ, സ്നാനം, കർത്താവിൻ്റെ വരവ്, ഈ കാര്യങ്ങളെല്ലാം നന്നായി പഠിപ്പിക്കുകയും ഇവിടെ വരുമ്പോൾ വേറൊരു നിലയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെ സ്നേഹിതരുണ്ട് അങ്ങനെയുള്ളവർ. അവർ അന്യഭാഷ നിന്നുപോയി എന്നും പ്രവചനവരം ഇപ്പോൾ ഇല്ല എന്നും വെളിപ്പാട്, വ്യാഖ്യാനം, രോഗശാന്തി, അത്ഭുത വിടുതലുകൾ ഇതിനെയെല്ലാം അറപ്പോടെ കാണുകയും ചെയ്യുന്ന വേദ പണ്ഡിതന്മാരുണ്ട്. അതവിടെ നിൽക്കട്ടെ. പുസ്തകം എന്തു പറയുന്നു? സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സഭയുടെ ടീച്ചിങ് ആയിട്ട് പോകാതെ പുസ്തകം എന്താ പറയുന്നത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇതേ പുസ്തകത്തിൻ്റെ 5-1 ഞാൻ വായിക്കാം, നിങ്ങളാരും വായിക്കണ്ട. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഇനി അതിൻ്റെ ഒടുവിൽ ഞാൻ വായിക്കാം, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളാം. 5-1, 5 ലാസ്റ്റ്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. 5 ലാസ്റ്റ്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ടീച്ചേഴ്സിൻ്റെ രീതിയിലാ പൗലോസ് എങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. നിങ്ങളുടെ ഇടയിൽ സഭായോഗത്തിൽ കണ്ടവൻ അന്വേഷണം പറയുന്നത് കേൾക്കുന്നു, അങ്ങനെയുള്ളവരെ നീക്കിക്കളയുക. ഇത്ര എഴുതിയാൽ പോരെ? ഈ 3-4 പേജ് എടുത്ത് ഇത് എഴുതിയിരിക്കുന്നത് എന്തിനാ? ഇത് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ഇത്ര വിവരിക്കണം. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാനല്ലേ ഈ പുസ്തകം എഴുതിയത്. അപ്പൊ കൊരിന്ത്യ ലേഖനത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് എഴുതിയത് കൃപാവരം നിന്നുപോയി എന്ന് പറയാനാണെങ്കിൽ എത്ര പേജ് വെറുതെ വേസ്റ്റാക്കി. അത് ആരംഭത്തിൽ ബൈബിൾ എഴുതി തീരുന്നതിന് മുമ്പുള്ള ഒരു പ്രോഗ്രാമാണ്. ദയവ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് 2 വരിയിൽ എഴുതി അവസാനിപ്പിക്കേണ്ട കാര്യമാണത്. അല്ല, കൃപാവരങ്ങളെ വാഞ്ചിപ്പീൻ, വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ.
അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ പിന്നെ എന്തോ അതിനകത്ത് പഠിപ്പിച്ചത്? ഇത്രയേ ഉള്ളൂ, അതിന് കൊടുക്കേണ്ട പ്രാധാന്യത എത്രത്തോളം, അഥവാ അതാണ് എല്ലാം എന്ന് ധരിക്കരുത്. ഈ ഡിവൈൻ എക്സ്പീരിയൻസ്, പ്രവചനം, വെളിപ്പാട്, ഇതൊക്കെ വലിയ സംഭവമാണ്. അതൊക്കെ വന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് നമുക്ക് തോന്നും. ഞാനിപ്പോൾ ഈ ആഴ്ച വായിച്ചൊരു സംഭവം പറയാം. സുൽത്താൻ ബത്തേരിക്കാരനൊരു ദൈവദാസൻ ദീർഘവർഷം സുൽത്താൻ ബത്തേരി വേല ചെയ്തു. കർത്താവ് കൊടുത്തൊരു നിയോഗം അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയ്ക്ക് മൂവ് ചെയ്തു. അദ്ദേഹം പ്രാർത്ഥനാ മനുഷ്യനാണ്. കാനഡയിൽ ചെന്ന ആദ്യത്തെ ഒരു കൊല്ലം പട്ടിണി എന്ന് പറയാം, അതുപോലെ കഷ്ടം അനുഭവിച്ചു. കാറില്ല, കഠിന തണുപ്പിനെ അതിജീവിക്കാനുള്ള ഡ്രസ്സില്ല, ചർച്ചില്ല. ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ വളരെ ബന്ധപ്പെട്ട് പിള്ളേരെയും കൂട്ടി ചെന്ന് ചർച്ചിൻ്റെ പുറകിൽ ഇരുന്നു. ഇദ്ദേഹം പോയി ഇരുന്ന വഴി ഒരു മദാമ പുറകോട്ട് തിരിഞ്ഞിങ്ങനെ നോക്കി. അവരെ അറിയുന്ന ആരോടെ ഇല്ല. ആരാധന കഴിഞ്ഞ വഴി ആ മദാമ വന്ന് ഒരു കവറ് ഈ മനുഷ്യന്റെ കൈ കൊടുത്തു. നിങ്ങളെ ഞാൻ ദർശനത്തിൽ കണ്ടതെന്ന് പറഞ്ഞു. അതൊരു ആവേശമുള്ള കാര്യമല്ലേ? അദ്ദേഹം വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ 6 മാസം ജീവിക്കാനുള്ള പൈസ അതിനകത്തുണ്ട്. അതുപോലെ പുള്ളി കഷ്ടപ്പെട്ട് രാത്രി പ്രാർത്ഥിച്ചത് ഒരു സ്ത്രീ വെളിപ്പാടിൽ ശനിയാഴ്ച രാത്രി കണ്ടു. അത് ആ വ്യക്തിയെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. അതാണ് ശുശ്രൂഷ. അതുപോലെ തന്നെ എന്നും വേണം, അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന നിലയിലേക്ക് മനുഷ്യരായി പോകും. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും നമ്മളെ നിത്യതയോട് അടുപ്പിക്കണോ നിർബന്ധമൊന്നുമില്ല. അതൊന്നും നമ്മുടെ സ്വഭാവത്തെ മാറ്റണോ നിർബന്ധമൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. അത് ആവശ്യം വരുമ്പോൾ ദൈവം ചെയ്തോളും. നമ്മൾ ഇതിന് അവൈലബിൾ ആണെങ്കിൽ, നമ്മുടെ ഹൃദയം അതിന് വാഞ്ചിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചർച്ച് ഹോളി സ്പിരിറ്റിനെതിരെ ഡോർ അടച്ചിട്ടില്ലെങ്കിൽ, ആ വെളിപ്പാട് ഇന്നും സഭയ്ക്കകത്ത് ദൈവം തരും. ഇതിനകത്തിരിക്കുന്നവരെ ദൈവം ആ വരത്താൽ നിറയ്ക്കും. അതിനാരെ ഇറക്കുമതി ചെയ്യേണ്ടി വരത്തില്ല. സഭ കർത്താവിൻ്റെ. ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു കൊച്ചു തീരുമാനം എടുക്കണം. വെറുതെ ഇങ്ങനെ പഠിച്ചു പോകുകയല്ലോ. കൃപാവരങ്ങൾ വേണോ വേണ്ടയോ? നമ്മുടെ തലമുറയിൽ നമ്മുടെ യൗവനക്കാർ പ്രവചിക്കണം. യെസ്, നമ്മുടെ സഹോദരിമാർ ദർശനങ്ങളെ കാണണം. ചർച്ച വരുമ്പോൾ പറയണം, ഞാൻ ദർശനം കണ്ടെന്ന് പറയുന്ന ചിലരൊക്കെ എഴുന്നേക്കണം. അതിനകത്ത് വല്ല പൊട്ടത്തരം വന്നോട്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞിട്ട് തെറ്റിയാലോ? തെറ്റട്ടെന്നേ, ഒന്നുമില്ല. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു തെറ്റേലും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവചനം തെറ്റുമോ പാസ? ഇഷ്ടം പോലെ തെറ്റും. അതിനൊന്നും വിഷമിക്കണ്ട. ഒക്കെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. തെറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നോടൊരു ദൂത് പറഞ്ഞു, ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചില്ല, അത് നടന്നുമില്ല. അത് നടക്കാതെ കഴിഞ്ഞപ്പോൾ പ്രവാചകനെ ഞാൻ കുറ്റം പറയുക. അങ്ങനെ തെറ്റാം. 2, ഞാൻ 1-2 പ്രാവശ്യം പ്രവചിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രവചിക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം. അത് കാരണം ഞാൻ എൻ്റെ നിന്ന് എടുത്തിട്ടൊന്ന് പ്രവചിച്ചു. അത് തെറ്റും. അങ്ങനെ പലപ്പോഴും പല വിധത്തിൽ തെറ്റാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കൃപാവരത്തെ ചവിട്ടാൻ നിന്നോട് ആര് പറഞ്ഞു? ദൈവം അനുവദിച്ച കൃപാവരങ്ങളെ പുച്ഛിക്കാൻ ആര് നിനക്ക് അധികാരം തന്നു? കർത്താവേ, എൻ്റെ മക്കളുടെ മേൽ പകരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ സഭയിൽ പകരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അത് ഈ നൂറ്റാണ്ടിൽ പകരണമേ, എൻ്റെ കണ്ണുകൊണ്ടത് കാണട്ടെ. ഞാനൊരു കാര്യം തീർത്തു പറയാം. ഇതുപോലെ ദൈവകൃപയുടെ വ്യാപാരമുള്ള സഭ ഒരിക്കലും ഉറങ്ങിപ്പോകത്തില്ല. ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരാളെ കുറിച്ച് ഇന്ന് രാത്രി ദൈവം നിനക്കൊരു വെളിപ്പാട് തന്നാൽ, അവൻ ഇവിടെ വരുമ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകും, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടുള്ള ആ വരങ്ങളെ നമ്മളിങ്ങനെ ന്യൂട്രൽ കാണരുത്, പുച്ഛിക്കുകയും ചെയ്യരുത്. കൊതിയോടെ കാണണം. ഒന്ന് കണ്ണടച്ച്, ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കുമെന്ന് പറഞ്ഞത് എൻ്റെ സഭയിൽ നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, അന്യഭാഷ,
വ്യാഖ്യാനം, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, പ്രവചനങ്ങൾ, രോഗശാന്തികൾ, ഭൂതശാന്തികൾ, വിടുതലുകൾ കർത്താവേ എൻ്റെ സഭയിൽ നടക്കണം. അത് എൻ്റെ കാലഘട്ടത്തിൽ നടക്കണം, അത് എന്നിൽ നടക്കണം, എൻ്റെ കുടുംബത്തിൽ നടക്കണം, എൻ്റെ കുഞ്ഞുങ്ങളിൽ നടക്കണം. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ യൗവനക്കാർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കണം. ആമേൻ, 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 ആമേൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടുമയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴ വീണ്ടുമയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഓ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ